മുസ്ലിം ലീഗിൽ നിന്ന് അധികാരമോഹം കാരണം മറുകണ്ഠം ചാടിയ മങ്കട LDF സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് വൻ പരാജയം ഏറ്റുവാങ്ങുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ. ജില്ലയിലെ LDFന്റെ 3 മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത് 16 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വലിയ വിജയം നേടുമെന്നും ഉമ്മർ അറക്കൽ പറഞ്ഞു. മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 13 മണ്ഡലം UDFന്റെ കൈവശവും 3 മണ്ഡലം LDFന്റെ കൈവശവുമാണ്. പക്ഷേ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ 16 മണ്ഡലവും UDF പിടിച്ചടക്കുന്ന വിധത്തിലുള്ള റിസൾട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. LDFന്റെ കൈവശമുള്ള മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന സ്ഥിതിവിശേഷം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDF വിജയിക്കുന്നതോടൊപ്പം സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിൽ നിന്നുമായിരിക്കുമെന്നും ഉമ്മർ അറക്കൽ പറഞ്ഞു. നിലവിലുള്ള ഭൂരിപക്ഷങ്ങളിൽ വമ്പിച്ച വർധനവുണ്ടാവും എന്നുള്ളതാണ് വിലയിരുത്തൽ. LDFന്റെ കൈവശമുള്ള മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇപ്പൊ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് താനൂരിലെ സിറ്റിംഗ് MLA ആയ മന്ത്രി അബ്ദുറഹ്മാൻ മാറിയതോടുകൂടി നമുക്ക് താനൂരും അതുപോലെ തിരൂരും വിജയത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത സാഹചര്യം ഉണ്ടായി. താനൂരിൽ വമ്പിച്ച ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 27,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം താനൂരിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മന്ത്രി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് രക്ഷ തേടി തിരൂരിലേക്ക് വന്ന തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൊയ്തീൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് തവനൂരിന്റെ കാര്യത്തിലും. തവനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും നേടും എന്നാണ് കണക്കുകൂട്ടൽ. പൊന്നാനി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് CPMന്റെ ഒരു കുത്തക മണ്ഡലം പോലെ അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഒരു 5,000-നും 4,000-നും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും CPMന്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ LDFന്റെ കൈവശമുള്ള മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയും UDFന്റെ കൈവശമുള്ള മണ്ഡലങ്ങളിലെല്ലാം വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാക്കുകയും ചെയ്യുക മാത്രമല്ല, നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് ശൈലജ ടീച്ചറുടെ മണ്ഡലമാണ്. ശൈലജ ടീച്ചറാണ് ആ റിക്കാർഡിന്റെ ഉടമ. അത് മലപ്പുറമായി മാറുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റിക്കാർഡോടു കൂടിയുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് അധികാരമോഹം കാരണം മറുകണ്ഠം ചാടി മങ്കടയിൽ LDF സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദ് വൻ പരാജയം ഏറ്റുവാങ്ങും. വർദ്ധിച്ച ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് നേരിട്ടതെന്നും ഉമ്മർ അറക്കൽ പറഞ്ഞു. മങ്കട നിയോജക മണ്ഡലം എന്നത് അടിസ്ഥാനപരമായും പരമ്പരാഗതമായും ഒരു UDF മണ്ഡലമാണ്. UDFന്റെ ഭദ്രമായ മണ്ഡലമാണ്. അതുകൊണ്ട് UDFന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൽ നിന്ന് അധികാരമോഹം കാരണം മറുകണ്ഠം ചാടി LDF സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യത്തിൽ UDFന്റെ പ്രവർത്തകന്മാർ വർദ്ധിച്ച ആവേശത്തോടു കൂടി രംഗത്ത് പ്രവർത്തിക്കുകയും അങ്ങനെ കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ ഒരു 3 ഇരട്ടിയെങ്കിലും ഭൂരിപക്ഷം ഈ തവണ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ കഴിഞ്ഞ തവണ 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അതൊരു 18,000 വോട്ടായും കേരളത്തിൽ എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നത് പോലുള്ള ഒരു ട്രെൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 25,000 വരെ ഉയരാനുമുള്ള സാധ്യതയാണ് മങ്കട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.